ഹായ്, നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഒന്ന് തയ്യാറാക്കിയാലോ. അപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ എല്ലാം ഉണ്ടാക്കിയെടുക്കണ്ടായോ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയായിട്ടും ഫ്രൈ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഫ്രൈ വേണ്ടവർക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കാം, കറിയായിട്ട് വേണമെങ്കിൽ കറിയാക്കി എടുക്കാവേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാവേ. എടുത്ത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടി വെച്ചിട്ടേ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എന്താണ് ചിക്കൻ നമ്മൾ മീൻ വറക്കാൻ പുരട്ടി വെക്കുന്നത് കൂട്ട് തന്നെ ഇതിനകത്ത് പുരട്ടിയിരിക്കുന്നത് കുരുമുളക് പുരട്ടിയിട്ടുണ്ട്, പെരിഞ്ചീരകം പുരട്ടിയിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പുരട്ടിയിട്ടുണ്ട്, പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. ജോലിക്ക് പോകുന്ന അമ്മമാർക്കും പിന്നെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ തന്നെ ഉണ്ടാക്കി വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇത് വലിയ ഇതൊന്നുമില്ല. നമ്മൾ ആദ്യം മീൻ വറക്കുന്ന തൊട്ട് എല്ലാം ഒന്ന് പുരട്ടി വെക്കണം. അപ്പോൾ അതിനകത്ത് ശകലം ഗരം മസാലയും പെരുംജീരകവും കുരുമുളകും കൂടെ ചേർക്കണമെന്നേ ഉള്ളൂ. ഗരം മസാല അത് ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. മീൻ ചേർക്കുന്ന അതേ സാധനങ്ങൾ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പുരട്ടിയിട്ട് പിന്നെ മസാല ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ. ഇത് ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു വഴിക്കാതെ ഫ്രൈ ആയിക്കോട്ടെ. നമുക്കിനി അടുത്ത കാര്യങ്ങൾ ചേർക്കാമേ. അപ്പോൾ നമ്മുടെ ഈ സാധനങ്ങളെ ഇതൊരു സൈഡിൽ ഇരുന്ന് ഫ്രൈ ആയിക്കോട്ടെ കേട്ടോ. നമുക്ക് ഈ സാധനങ്ങൾ ഇതിനകത്ത് ശകലം ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ട്, പിന്നെ സവാള അരിഞ്ഞത്, തക്കാളിക്ക്, പിന്നെ ഇത് കണ്ട ഇത് നമ്മുടെ ആഫ്രിക്കൻ മല്ലിയാണ്. അപ്പോൾ അതും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കുറച്ച്. ഇനിയും കുറച്ച് നേരം ഈ ചെറുതീയിലിരുന്നൊന്ന് വേവട്ടെ. അപ്പോൾ രണ്ടാമത്തെ ഭാഗം ഒരുവിധം ഒരുപാട് ഫ്രൈ ആവേണ്ടത്, ഒരുവിധം ഇങ്ങനെ ഒന്ന് ആയി കഴിയുന്നതാണ്. ഇതെല്ലാം കൂടെ നമുക്ക് കുറച്ച് ഒരു 2-3 പേർക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ ഇതേപോലുള്ള താഴെക്കാറ്റിനെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ആ വെള്ളത്തിലും ആ എണ്ണയ്ക്കകത്തൊക്കെ ഇരുന്നൊന്നേ വെന്ത് വരട്ടെ കേട്ടോ. നമ്മൾ പൊടിയൊന്നും ചേർത്തിട്ടില്ല. പൊടിയൊക്കെ ഇതിനകത്ത് വളരെ കുറച്ച് പൊടി മാത്രമേ നമ്മൾ ചേർക്കത്തുള്ളൂ. രാവിലെയൊക്കെ ആ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനും എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കേ ഇച്ചിരി എണ്ണ തെളിയുന്നിടത്തോട്ട് നമുക്ക് ഈ പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് എടുത്തിരിക്കുന്നത് 1 സ്പൂൺ മുളക് പൊടി, ചെറിയ 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ശകലം ഗരം മസാല. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിന് വേണ്ടി അത്രയും മതിയല്ലോ.
മാറുന്ന വരെ ഒന്ന് വഴറ്റും കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാവേ. നമുക്ക് ഈ ശകലം ചാറ് പോലെ കറി വേണമെന്നുള്ളത് കൊണ്ട് ഞാനിതിനകത്തേ വെള്ളം കൂടെ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ്. അല്ല വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഞാനിപ്പോൾ തിളച്ച വെള്ളം എടുത്തിരിക്കുന്നത്. നമ്മൾ കറി വെക്കാനായാലും ഇങ്ങനെ ഇറച്ചിയൊക്കെ എടുക്കാനായാലും പച്ചവെള്ളം ഒഴിക്കാതിരിക്കുന്നത് നല്ലത്. തിളച്ച വെള്ളമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലേ. തിളച്ച വെള്ളമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഈ വെള്ളത്തിൽ ഇതൊന്ന് വെന്ത് കുറുകി വരട്ടെ. നമുക്കൊന്ന് അടച്ച് വെച്ചേ ഉപയോഗിക്കാം. കാണുന്നുണ്ടോ? ഇതാണ് ആഫ്രിക്കൻ മല്ലി. നല്ല ടേസ്റ്റായി. ഇറച്ചിക്കറിക്കകത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. നോക്കിയേ, നല്ല ഗ്രേവിയൊക്കെ ഉള്ള നല്ല അടിപൊളി കോഴിക്കറിയാണ് ഇത്. നമ്മളെ ഉള്ളിക്കകത്ത് തന്നെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അത് ആ ഉപ്പിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയാം. ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. ഉപ്പിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. കേട്ടോ.